സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു ഇടപെടൽ ശിവഗിരി മഠം നടത്താറില്ല. ഇത് ആദ്യമായിട്ടല്ലേ ഇത്തരം ഒരു? അതെ, ശിവഗിരിയിൽ വന്ന് പരാതികളുടെ വലിയൊരു ഒരു ഒരു പ്രവാഹം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടും കേട്ടും മടുത്താണ് ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിന് രണ്ടു വശമുണ്ട്: ആത്മീയമായ പുരോഗതിയും ഭൗതികമായ പുരോഗതിയും. ശിവഗിരി മഠം കേന്ദ്രീകരിച്ച് ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ജനസമൂഹത്തിൻ്റെ ഭൗതികമായ പുരോഗതി വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും അവർക്ക് പുരോഗതി ഉണ്ടാകണം. അത് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. സ്വാമി, ഇങ്ങനെ ഒരു ഇപ്പൊ ലിസ്റ്റുകളൊക്കെ ഔദ്യോഗിക പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ശിവഗിരി മഠം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഒരു മുന്നണിക്ക് വേണ്ടി നിൽക്കുമോ, അല്ലെങ്കിൽ സമുദായത്തിലെ എല്ലാവർക്കും അങ്ങനെ നിലപാടിലേക്ക് പോകാൻ പറ്റും? ഞങ്ങളങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഇനിയും ഇത് തന്നെ പറയും. അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതുവരെ ഞങ്ങളുടെ ശബ്ദം ഉണ്ടാകും. രാഹുൽ ഗാന്ധി വേണ്ട പരിഹാരം ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇന്നത്തെ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു നേതാവ് നിർദ്ദേശം നൽകുമ്പോൾ അത് പരിഗണിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ SNDP ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളെയും ഇപ്പം ഹൈക്കോടതി പുറത്താക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഭക്തന്മാരെ സംബന്ധിച്ച് പൊതുവെ ആശ്വാസമുള്ള ഒരു പ്രഖ്യാപനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്രീനാരായണ സമൂഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിലും ഡോക്ടർ പൽപ്പു തുടങ്ങിയ ആർ ശങ്കർ വരെയുള്ള നേതാക്കന്മാരുടെ ശ്രമപരമായിട്ടും നേടിയെടുത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു ദുരവസ്ഥ അടുത്ത കാലത്തായി കാണുന്നു. സാമ്പത്തിക സംവരണം അത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണ്. പക്ഷേ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ദോഷം ചെയ്തുകൊണ്ട കാര്യമാണ്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്ന ദുരവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇപ്പോഴൊരു മാറ്റം ഉണ്ടായതും ഇനി നല്ല രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാകേണ്ടതും SNDP യോഗത്തെ സംബന്ധിച്ചു, കേരളത്തെ സംബന്ധിച്ചു, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചു ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. വെള്ളാപ്പള്ളി ഈ SNDP യോഗത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും ഒക്കെ എന്താണ് ഉദ്ദേശിച്ചത്, അതിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം ഉണ്ടായി. അപ്പോൾ ആ മാറ്റം നല്ലതാണ്, അങ്ങനെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഗുരുദേവൻ ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ ജാതി ചോദിക്കണം, പറയണം, വിചാരിക്കണം എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ ജാതിക്കെതിരായി വളരെയേറെ പോരാടിയ ഒരു മഹാത്മാവാണ്. അതിനുശേഷം നിരവധി നേതാക്കന്മാർ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ട്. ആരും തന്നെ പച്ചയായിട്ട് ജാതി പറയുകയോ അതല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്യാതെ എല്ലാ സമുദായങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്നാൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അക്കാലത്തെ യോഗ നേതൃത്വങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ജനസമൂഹത്തെ സംബന്ധിച്ച് ഒരാശ്വാസകരമാണ് ഇന്നത്തെ
കോടതി വിധിയെന്ന് പറയാം. നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ജാതി ചോദിക്കുന്നു, ജാതിക്ക് വേണ്ടി പറയുന്നു, മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കുന്നു. അത്തരം ഒരാളാണ് ഇപ്പോൾ മാറിയത്. അത് നന്നായി. തീർച്ചയായിട്ടും അങ്ങനത്തെ പേര് പറയാൻ പഠിക്കുന്നത്. പിന്നെ വ്യക്തികളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തി അധിഷ്ഠിതമല്ല, ആദർശാധിഷ്ഠിതമാണ് എനിക്ക് പറയാനുള്ള കാര്യം. എനിക്ക് ഒരു നവോത്ഥാനത്തിന് തുല്യമായ നീക്കവും അതുപോലെ തന്നെ ഒരു പരിഷ്കരണവും ഒക്കെ SNDP യോഗത്തിലും ഉണ്ടാകണം. SNDP യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ബഹുജന പ്രസ്ഥാനം SNDP യോഗമാണ്. ഈ SNDP യോഗത്തിൻ്റെ തീരുമാനം കാത്ത് കേരളത്തിലെ മന്ത്രിസഭകൾ പോലും നിലകൊണ്ട കാലം. അത്ര സുശക്തമായ ഒരു പ്രസ്ഥാനമായിരുന്നു SNDP യോഗം. പക്ഷേ ആ SNDP യോഗത്തിന് വളരെ വളരെ ആവശ്യങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്നുവെങ്കിലും ഒരു കാര്യങ്ങളും നടന്നതായിട്ട് ചരിത്രമില്ല. വെള്ളാപ്പള്ളി പറയുന്ന ഈ പോരാട്ടങ്ങളും ഈ വാചകങ്ങളും എല്ലാം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് പറയുന്നു ഈ വിഭാഗത്തിലുള്ളവർക്ക് സംസാരിക്കാൻ ആരുമില്ല. വെള്ളാപ്പള്ളിയെ മിത്രം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വ്യക്തിയധിഷ്ഠിതമായി SNDP യോഗം എന്താണ്? SNDP യോഗം എന്താണ്? അപ്പൊ ഇത്രയും നാൾ ചെയ്തതൊന്നും ശരിയായി ഫലിച്ചില്ലെന്നാണ്. SNDP യോഗം ഒരു വലിയൊരു ആൾക്കൂട്ടമായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങളെ പ്രാവർത്തികമാക്കാൻ എത്ര മേഖലകളുണ്ട്. ആ മേഖലകളിലൊന്നും കാര്യമായ കാമ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് പറയാൻ സാധിക്കുകയില്ല. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും SNDPക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം ആണ് ഇപ്പോൾ ശിവഗിരി മഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുന്നണികൾ പിന്നാക്ക വിഭാഗത്തെ അല്ലെങ്കിൽ ഈഴവ വിഭാഗങ്ങളെ വലിയ തോതിൽ അവഗണിക്കുന്നു എന്ന ആരോപണം ആണ് ഉന്നയിക്കുന്നത്. മുന്നണികൾ കൃത്യമായ പരിഗണന നൽകണം എന്ന ആവശ്യം ശിവഗിരി മഠം മുന്നോട്ട് വയ്ക്കുന്നു. ആദ്യമായാണ് ഇത്തരത്തിലൊരു കർശനമായ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുന്നണികളെ വിമർശിച്ചുകൊണ്ട് ശിവഗിരി മഠം നേരിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു വയ്ക്കുന്നു. BJPയിൽ പിന്നാക്ക വിഭാഗങ്ങൾ കുറവാണ്. ഇടതു വലത് മുന്നണികളും പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്ന സമീപനം ആണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കൃത്യമായ സാമുദായിക പരിഗണന വേണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. SNDP യോഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ദോഷകരമായി കണ്ടപ്പോഴാണ് ശ്രീ ഷാനു മാസ്റ്റർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ തുടർന്ന് കൊല്ലത്തെ ചന്ദ്രസേനൻ വക്കീലും അതുപോലെ അഞ്ചേൽ രഘുവുമൊക്കെ കക്ഷി. ജനങ്ങൾ അതിൻ്റെ വിധി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 126 കേസുകൾ ഉണ്ടായതായി പത്രങ്ങളിൽ വാർത്ത വന്നു. ഏതായാലും ഷാനുമാസ്റ്ററുടെ മരണത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാവുന്ന രൂപത്തിലുള്ള ഒരു വിധിയുണ്ടായി എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.